ഗാന്ധി സ്ക്വയറിന് സമീപം മാർക്കറ്റ് റോഡിൽ നെല്ലിയാട്ട് സണ്ണി വർഗീസും കുടുംബവും ഒരുക്കിയ പുൽക്കൂട് ശ്രദ്ധേയമാകുന്നു. മനോഹരവും വലുപ്പമേറിയതുമായ ഈ പുൽക്കൂട് കാണുവാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. പുൽക്കൂടിന് മുകളിലായി ഒരുക്കിയ പൂർണ്ണചന്ദ്രനാണ് പ്രത്യേക ആകർഷണം. നാഗാലാൻഡിൽ അധ്യാപകനായിരുന്ന സണ്ണി നാട്ടിൽ തിരിച്ചെത്തിയതോടെയാണ് ഓരോ വർഷവും വ്യത്യസ്തമായ മോഡലുകളിൽ പുൽക്കൂട് ഒരുക്കി തുടങ്ങിയത്. ഡിസംബർ 10-ാം തീയതി ആരംഭിച്ച നിർമ്മാണം 22-ാം തീയതിയോടെയാണ് പൂർത്തിയായത്. മനോഹരവും വലിപ്പമേറിയതുമായ ക്രിസ്മസ് പുൽക്കൂട് കൗതുകമായി. തൊടുപുഴ ഗാന്ധി സ്ക്വയറിന് സമീപം മാർക്കറ്റ് റോഡിൽ നെല്ലിയാട്ട് സണ്ണി വർഗീസും കുടുംബവുമാണ് വ്യത്യസ്തമായ പുൽക്കൂട് ഒരുക്കിയത്. നാഗാലാൻഡിൽ അധ്യാപകനായിരുന്ന സണ്ണി നാട്ടിൽ തിരിച്ചെത്തിയതോടെ ഓരോ വർഷവും വ്യത്യസ്തമായ മോഡലുകളിൽ പുൽക്കൂട് ഒരുക്കി വരുന്നു. ചെറുപ്പം മുതൽ പുൽക്കൂട് നിർമ്മാണം തുടങ്ങിയതാണെന്ന് സണ്ണി വർഗീസ് പറഞ്ഞു. ചെറുപ്പം മുതൽ ഞാനിവിടെ താമസിക്കുകയാണ്. പിന്നെ പുൽക്കൂട് ഒരുക്കുന്ന കാര്യത്തിൽ ഞാൻ ചെറുപ്പം മുതലേ പുൽക്കൂട് ഒരുക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പുൽക്കൂട് ഉണ്ടാക്കുന്നത് വലിയ സ്നേഹമാണ് പുൽക്കൂടിനോട്. അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും പുൽക്കൂട് ഉണ്ടാക്കുമായിരുന്നു. പള്ളിയിൽ ആദ്യം തൊട്ട് ഇതിന് മത്സരം ഉണ്ടായിരുന്നു. മത്സരത്തിൽ എനിക്ക് എല്ലാ വർഷവും ഒരു 7 വർഷം തുടർച്ചയായിട്ട് എനിക്ക് ഫസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അത് ഫെറോന തലത്തിൽ നടത്തിയപ്പോൾ എനിക്ക് ഫസ്റ്റ് തരാത്തത് എൻ്റെ പാരിഷ് കൗൺസിലർ അറിയുകയും അവര് ഇതിനെ ചോദ്യം ചെയ്യും. വാർഡ് പാരിഷ് കൗൺസിലർ അറിയുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അതൊരു പ്രശ്നമായി. ആ പ്രശ്നത്തോടുകൂടി പുൽക്കൂട് മത്സരം പള്ളിയിൽ അവസാനിച്ചു. അതിനുശേഷം ഇതുവരെ പള്ളിയിൽ പുൽക്കൂട് മത്സരം ഉണ്ടായിട്ടില്ല. എന്നാലും എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ ഗ്രാൻഡായിട്ട് പുൽക്കൂട് ഉണ്ടാക്കും. ഇത് ചെറുപ്പം തൊട്ട് സമാഹരിച്ച സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും ഒരു നല്ല ചെലവ് ഇതിന് എല്ലാവരും കണക്ക് കൂട്ടുമ്പോൾ ഒരു നല്ല ചെലവ് വരാറുണ്ട്. എന്നാലും അത് വെച്ചാണ് ഞാൻ ഇത് മാനേജ് ചെയ്ത് പോകുന്നത്. ബാക്കിയെല്ലാം എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കുട്ടികളും ചിലപ്പോൾ ഇവർ ഇല്ലായിരിക്കും, പുള്ളിക്കാരി വാങ്ങിക്കൊടുക്കലാണ്. പിന്നെ മൂത്തോൾ പഠിക്കുകയാണ്, അവർ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ വൈഫ് ഇവിടെ ഇല്ലായിരുന്നു. വൈഫ് നാഗാലാൻഡിലാണ് ജോലി ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ക്രിസ്മസിന് അവൾ ഇവിടെ വരും. എന്നാൽ മറ്റുള്ള കാര്യങ്ങളിലൊന്നുമില്ല. അപ്പം അത് കാരണം ആ ഒരു പ്രശ്നവുമില്ല. എന്നാലും ഏതായാലും പുൽക്കൂടിനെ പറ്റി പറയാം. പുൽക്കൂട് ഇങ്ങനെ ഓരോ വർഷവും പല മോഡലുകളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് കാണാൻ വേണ്ടി ധാരാളം ആൾക്കാർ വരും. ഇതിന്റെ ഇലുമിനേഷൻ കാണാനും ഈ പുൽക്കൂട് കാണാനും വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ വരാറുണ്ട്. ഫോട്ടോ എടുത്തോട്ട് പോയിട്ടുമുണ്ട്. പിന്നെ ഈ വർഷം ഉണ്ടാക്കി. ഈ വർഷം അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത്. എല്ലാ വർഷവും ഞാൻ വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അത് കാരണം അത് കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വരും. ക്രിസ്മസ് കാലമാകുന്നതോടെ പുൽക്കൂട് നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. ഡിസംബർ 10-ാം തീയതി ആരംഭിച്ച നിർമ്മാണം 22-ാം തീയതിയോടെയാണ് പൂർത്തിയായത്. പുൽക്കൂടിന് മുകളിലായി പൂർണ്ണചന്ദ്രൻ മനോഹര കാഴ്ചയാണ്. AAA ഡെക്കറേഷൻ എന്ന പേരിൽ സണ്ണി സ്റ്റേജ് വർക്ക് ജോലികളും ചെയ്തു വരുന്നു. ഭാര്യ ആൻസി മാത്യു നാഗാലാൻഡിൽ സ്കൂൾ പ്രിൻസിപ്പളായി പ്രവർത്തിക്കുന്നു. മക്കളായ ഏഞ്ചൽ റോസ്, ആൻ റോസ് എന്നിവരും പുൽക്കൂട് നിർമ്മാണത്തിൽ സജീവമാണ്. വ്യത്യസ്തമായ പുൽക്കൂട് കാണുവാൻ വൈകുന്നേരമാകുന്നതോടെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
Maharani from Maharani Wedding Collections, Todupuzha.